പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 20ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ദൈവഭക്തരും യഥാർത്ഥ ദൈവസ്നേഹികളാണോ? യഥാർത്ഥ ദൈവസ്നേഹികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത്. ദൈവഭക്തരെന്ന് പറയുന്ന എല്ലാവരും യഥാർത്ഥ ദൈവസ്നേഹികളാകണമെന്നില്ല. പലരും സ്വയസ്നേഹികളായിരിക്കും. കാരണം പലരും ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിൽ ആശ്രയിക്കുന്നതും സ്വന്തം കാര്യം കാണാൻ വേണ്ടിയായിരിക്കും. അവരുടെ പ്രാർത്ഥനകളും പ്രധാനമായും കാര്യസാധ്യത്തിനു വേണ്ടിയുള്ളവയായിരിക്കും. ഇത് സ്വയസ്നേഹവും സ്വാർത്ഥതയുമല്ലേ? ഇതിനെ യഥാർത്ഥ ദൈവസ്നേഹമെന്ന് വിളിക്കാനാകുമോ? ഇല്ല, ഇത് യഥാർത്ഥ ദൈവസ്നേഹമല്ല. സ്നേഹവിഷയമായ ദൈവത്തെ കൂടുതൽ അടുത്തറിയാനും അവിടത്തോട് അനുരൂപപ്പെട്ട് അങ്ങുമായുള്ള ഐക്യത്തിൽ തിരുഹിതമനുസരിച്ച് ജീവിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താനും തിരുഹിതം ആരാഞ്ഞറിഞ്ഞ് നിറവേറ്റാനുമുള്ള അടങ്ങാത്ത ദാഹമായിരിക്കും യഥാർത്ഥ ദൈവസ്നേഹികളായ ദൈവഭക്തർക്കുണ്ടാവുക. യഥാർത്ഥ ദൈവസ്നേഹികളായ ദൈവഭക്തർക്ക് 5 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ടായിരിക്കും. 1. ദൈവത്തെ കൂടുതൽ അടുത്തറിയാനും അനുഭവിക്കാനുമുള്ള അടങ്ങാത്ത ദാഹം. ദൈവത്തെ കൂടുതൽ അടുത്തറിയാനും അനുഭവിക്കാനുമുള്ള അടങ്ങാത്ത ദാഹമുള്ള നീതിമാന്മാരുടെയും ദൈവഭക്തരുടെയും ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്. രാവും പകലും അവർ അതിനെക്കുറിച്ച് ധ്യാനിക്കും. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെ അവർ തഴച്ചു വളരും. സങ്കീർത്തനം 1-2-3 വാക്യങ്ങൾ. അവർ കിടക്കയിലും അങ്ങയെ ഓർക്കും, രാത്രികാലങ്ങളിൽ അങ്ങയെ ധ്യാനിക്കുകയും ചെയ്യും. സങ്കീർത്തനം 63-5-6 വാക്യങ്ങൾ. അവരുടെ ആത്മാവ് കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കും. കർത്താവിൻ്റെ വലതുകൈ അവരെ താങ്ങി നിർത്തുകയും ചെയ്യും. സങ്കീർത്തനം 63-8. കർത്താവിൻ്റെ ഭക്തർ അങ്ങയിൽ ആശ്രയിക്കുകയും അങ്ങിൽ വാസമുറപ്പിക്കുകയും സ്നേഹത്തിൽ അങ്ങയോട് ഒട്ടി നിൽക്കുകയും ചെയ്യും. കർത്താവ് അവരെ സംരക്ഷിക്കുകയും അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുകയും അവരുടെ കഷ്ടതകളിൽ അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. സങ്കീർത്തനം 91-14-15 വാക്യങ്ങൾ. മാത്രമല്ല കർത്താവ് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:23. അതായത് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവർ വചനമനുസരിച്ച് ജീവിച്ച് ത്രിയേക ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളായി മാറും. പിതാവും പുത്രനും നമ്മിൽ വന്ന് വാസമുറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. രണ്ടാമതായി, ദൈവഭക്തരായ യഥാർത്ഥ ദൈവസ്നേഹികൾ ദൈവത്തോട് അനുരൂപപ്പെട്ട് തിരുഹിതമനുസരിച്ച് ജീവിക്കാനും അവിടുത്തെ പരിപൂർണതയിലേക്ക് വളരാനുമുള്ള അഭിവാഞ്ചയുള്ളവരായിരിക്കും. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്നാണല്ലോ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യരോട് കൽപ്പിക്കുന്നതും. മത്തായി എഴുതിയ സുവിശേഷം 5:48. മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്ത് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യർ. മൂന്നാമതായി, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അഥവാ താൻ അറിഞ്ഞ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി സകലരെയും അറിയിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം യഥാർത്ഥ ദൈവസ്നേഹികളായ ദൈവഭക്തർക്കുണ്ടാകും. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിച്ച് ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുവാനാണല്ലോ
നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 16:16, ലൂക്ക 24:47-48 വാക്യങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. നാലാമതായി, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും ദൈവ തിരുഹിതം ആരാഞ്ഞറിഞ്ഞ് അത് നിറവേറ്റാനുമുള്ള തീഷ്ണമായ ആഗ്രഹവും മടുക്കാത്ത പരിശ്രമവും യഥാർത്ഥ ദൈവസ്നേഹികളായ ദൈവഭക്തർക്കുണ്ടാകും. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവനും അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. സങ്കീർത്തനം 27:4. അഞ്ചാമതായി, യഥാർത്ഥ ദൈവഭക്തർ എളിമയോടെ ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് സഭയോട് ചേർന്ന് നിന്ന് ദൈവിക ഇടപെടലുകൾക്കും നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിനും വഴിയൊരുക്കി പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു കാത്തിരിക്കും. ഈ വർഷത്തെ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ഈ കാലയളവിൽ യഥാർത്ഥ ദൈവസ്നേഹികളായ ദൈവഭക്തർക്കുണ്ടായിരിക്കേണ്ട ഈ 5 ലക്ഷണങ്ങളും നിരന്തരം ധ്യാനിച്ച് അവ വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അനേകരെ അതിനായി പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.